എല്ലാവർക്കും നമസ്കാരം. ഫാർമാടെക് എന്ന ഈ ചാനലിലൂടെ നാം മരുന്നുകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തൈറോയിഡ് മരുന്നിനെക്കുറിച്ചും അത് കഴിക്കേണ്ട രീതിയെക്കുറിച്ചുമാണ്. അതിനു മുൻപായി നാം സാധാരണയായി പറയാറുള്ള തൈറോയിഡ് എന്താണെന്ന് നോക്കാം. നമ്മുടെ തൊണ്ടയുടെ താഴെയായി ആഡംസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്ന ഭാഗത്ത് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ ചെറിയ അന്തസ്രാവ ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്നറിയപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിക്ക് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായി ധാരാളം പങ്കുവഹിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് നോക്കിയാലോ? ഒന്നാമതായി നമ്മുടെ ദഹനപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രധാന പങ്കുവഹിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. രണ്ടാമത് ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നു. 3 ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിൽ തൈറോയിഡ് ഗ്രന്ഥി വളരെയേറെ കർമ്മം നിർവഹിക്കുന്നുണ്ട്. 4 നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നിലനിർത്താൻ സഹായിക്കുന്നതും തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ഇതെല്ലാം സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് പ്രധാനമായും 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് തൈറോക്സിൻ അഥവാ T4, 2 ട്രൈ അയഡോതൈറോനൈൻ അഥവാ T3. ഈ ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പല ധർമ്മങ്ങളും നിർവഹിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പീയൂഷ ഗ്രന്ഥികൾ അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളുടെ എല്ലാം പ്രിക്വേസർ, അതായത് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നിർബന്ധമായും T3യും T4ഉം ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സ് നിങ്ങളോട് T3, T4 എന്നിവ പരിശോധിക്കാൻ പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുമൂലം നമ്മുടെ ശരീരത്തിൽ വളരെ വേഗം ദഹനപ്രവർത്തനം നടന്ന് ഊർജ്ജനഷ്ടമുണ്ടാകുന്നു. അതിൻ്റെ ലക്ഷണങ്ങളായി ഭാരം കുറയുക, ഉത്കണ്ഠയുണ്ടാകുക, വളരെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പുണ്ടാകുക, അകാലത്തിലുള്ള മുടി കൊഴിച്ചിൽ എന്നിവ ഉണ്ടായേക്കാം. എന്നാൽ ഇതിന് വിപരീതമായി ചില ആളുകളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കാം. അങ്ങനെയുള്ളവരിൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും കാണുക? വളരെ സാവധാനത്തിലുള്ള ദഹന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതുമൂലം ശരീരം ക്രമാതീതമായി തടിക്കുകയും ഭാരം കുറയുകയും ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് തൈറോയിഡിൻ്റെ പ്രധാനപ്പെട്ട 2 അവസ്ഥകൾ. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസവും മറ്റൊന്ന് ഹൈപ്പർ തൈറോയിഡിസവും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ T3യുടെയും T4ൻ്റെയും അളവ് തുല്യമായി നിലനിന്ന് പോകണമെന്നർത്ഥം. ഇനി തൈറോയിഡിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിലാണ് തൈറോയിഡിൻ്റെ രോഗം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇനി തൈറോയിഡിന് പ്രധാനമായും ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണല്ലോ നമ്മുടെ പ്രധാന വിഷയം. തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ള ഹൈപ്പോ തൈറോയിഡിസം അവസ്ഥകളിൽ നാം പുറമേ തൈറോയ്ഡ് ഹോർമോൺ കൊടുക്കണം. അതാണല്ലോ പ്രശ്നം. അത് സാധാരണയായി തൈറോക്സ്, തൈറോനോം തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന മരുന്നുകളാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും തൈറോയിഡിൻ്റെ ഗുളിക ഒരു ബോട്ടിലായി സാധാരണ ലഭിക്കുന്നത്. ഇത് പല അളവുകളിൽ ലഭ്യമാണ്. 12.5 mcg എന്ന് വെച്ചാൽ മൈക്രോഗ്രാം എന്നാണ് അതിൽ പറയുന്നത്. മില്ലിഗ്രാം അല്ല, മില്ലിഗ്രാമിൻ്റെ 1000 ഭാഗം ഡിവൈഡ് ചെയ്ത ഒരു ഭാഗം. അതുപോലെ തന്നെ 25 mcg, 50 mcg, 62.5 mcg, 75 mcg, 100 mcg എന്നീ അളവുകളിലെല്ലാം ഇത് ലഭ്യമാണ്. ഇനി തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും രോഗികൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും രോഗികളുടെ തൈറോയിഡിൽ ക്രമാതീതമായ വ്യത്യാസങ്ങൾ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ കൃത്യമായി മരുന്ന് കഴിക്കുന്ന രീതി തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. മരുന്ന് കഴിക്കേണ്ട വിധം നോക്കിയാലോ? ഒന്ന്, തൈറോയിഡിൻ്റെ മരുന്നുകൾ ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിരിക്കണം. പലപ്പോഴും രോഗികൾ ചായ കുടിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ്.
നാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചു വരുമ്പോൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായ കുടിക്കാമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, തൈറോയിഡിൻ്റെ ഗുളികകൾ ഒരു കാരണവശാലും മുറിച്ച് കഴിക്കരുത്. എന്ന് വെച്ചാൽ തൈറോക്സിൻ 25 mcg കഴിക്കുന്ന ഒരാൾ 50 mcgയുടെ പകുതി 25 ആണല്ലോ എന്ന് വിചാരിച്ച് മുറിച്ച് കഴിക്കരുത്. കാരണം ഗുളികകളുടെ പുറത്ത് പ്രത്യേകതരം ഒരു ആവരണമുണ്ട്. അതിന് കേട് സംഭവിച്ച് ഗുണം നഷ്ടപ്പെടാം. ഇത് സ്ഥിരമായി സർക്കാർ ആശുപത്രികളിലും മറ്റും രോഗികൾ വന്ന് ബഹളം വെക്കുന്ന ഒരു പ്രധാന കാരണമാണ്. തൈറോയിഡ് അവർ 25-ൻ്റേതായിരിക്കും കഴിക്കുന്നത്, പക്ഷേ ആശുപത്രിയിൽ ലഭ്യമാകുന്നത് 50 mcg ആണ്. ഫാർമസിസ്റ്റുകളും ഡോക്ടർമാരും വളരെയേറെ കഷ്ടപ്പെടാറുണ്ട് ഇവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നാൽ അവർ ആ 50ൻ്റെ ഗുളിക തന്നെ കൊണ്ടുപോയി മുറിച്ച് കഴിക്കുന്നത് കാണാം. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനവും ഇല്ല. ഇതിൻ്റെ പുറത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. നമ്മളതിനെ എക്സ്റ്റൻഡഡ് റിലീസ് എന്നോ അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് റിലീസ് എന്നോ പേരിൽ അറിയപ്പെടും. ഇത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ടെക്നോളജിയാണ്. നമ്മുടെ ശരീരത്തിന് ഹോർമോണിൻ്റെ ആവശ്യമുള്ളപ്പോൾ മാത്രം അല്പാൽപമായി മരുന്ന് പുറന്തള്ളുന്ന ഒരു ടെക്നിക്കാണത്. അതുകൊണ്ട് തൈറോയിഡിൻ്റെ ഗുളിക അവരവരുടെ അളവിൽ മാത്രം, ആവശ്യമേതാണോ ആ അളവിലുള്ള ഗുളികകൾ മാത്രമേ വാങ്ങിക്കഴിക്കാവൂ. ഉദാഹരണത്തിന് 12.5, 25, 50, 62.5 അങ്ങനെ എല്ലാ അളവിലും മാർക്കറ്റിൽ ഇന്ന് ഗുളികൾ ലഭ്യമാണ്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാൽസ്യം ഗുളികകൾ തൈറോയ്ഡ് രോഗികൾ രാവിലെ കഴിക്കരുത്. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നവർ പലപ്പോഴും കാൽസ്യം ഗുളികകൾ കഴിക്കുന്ന കാണാം. എന്നാൽ കാൽസ്യം ഗുളികയും തൈറോയിഡിൻ്റെ ഗുളികയും തമ്മിൽ ഒരേ സമയം കഴിക്കരുത്. കാരണം കാൽസ്യവും തൈറോയിഡിൻ്റെ മരുന്നും പ്രതിപ്രവർത്തിച്ച് ഗുണം നഷ്ടമാകും. ഇത്തരം ആളുകൾ കാൽസ്യം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അതിന് ശേഷമോ കഴിക്കുന്നതാവും ഉചിതം. മറ്റൊരു കാര്യം, തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർ ആ മരുന്ന് കഴിച്ച ഉടനെ കാൽസ്യം ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നതും അത്ര നല്ലതല്ല. ഉദാഹരണം, പാലൊക്കെ രാവിലെ തന്നെ അധികമായി കുടിക്കുന്നതും അത്ര നല്ലതല്ല എന്നർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും തൈറോയിഡിൻ്റെ മരുന്നുകളുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, മാസത്തിലൊരിക്കലെങ്കിലും തൈറോയിഡ് പരിശോധിച്ച് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം നിങ്ങളുടെ ഡോസിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം. പല രോഗികളും തൈറോയിഡ് വർഷങ്ങളായി കഴിക്കും, എന്നാൽ അവർ അവരുടെ T3-യും T4-ഉം പരിശോധിക്കുന്നതായി കാണുന്നില്ല. ഇത് ശരിക്കും തെറ്റാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ അളവ് തീരെ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ വളരെയധികം കൂടിയേക്കാം. ആ ഒരു രണ്ടവസ്ഥയും ശരീരത്തിന് കേടാണ്. അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. തീർച്ചയായും മരുന്ന് കഴിക്കുകയും പരിശോധനകൾ കൃത്യമായ ഇടവേളകൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.